Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സ്ആപ്പ് എങ്ങനെയാണ് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താം. വാട്സ് സ്കാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് വാട്സ്ആപ്പ് വെബ് എന്നുള്ള ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഇനി ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒന്നും ഹിന്ദി അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഇവിടെ ഒന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒന്നും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം പാസ്വേഡ് സെക്യൂരിറ്റി ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ യെസ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു നോർമലായിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ ഈ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഇവിടെ ഓപ്പൺ ആക്കി. ഇനി ചെയ്യാനുള്ളത്, ഈ മൊബൈലിലെ വാട്സപ്പ് എനിക്ക് ഇതിലേക്ക് ഹാക്ക് ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ചെയ്യുന്നത് ഈ മൊബൈലിലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ ഒന്നും വാട്സപ്പ് ഞാൻ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സ്ആപ്പ് വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഓപ്പൺ ആക്കുക. ഞാനിവിടെ ഒന്നും വാട്സ്ആപ്പ് വെബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആരുടെയെങ്കിലും മൊബൈൽ ഒരു 10 സെക്കൻഡ് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മൊബൈൽ വളരെ ഈസി ആയിട്ട് ഹാക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. നോക്കുക, ഇതിലുണ്ടായിരുന്ന വാട്സപ്പ് ഇപ്പോൾ ഈ മൊബൈലിലേക്ക് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു ഫ്രീ വെർഷനാണ്. ഇതിൽ പരസ്യങ്ങൾ വരും. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നും 2 മൊബൈലിലെ മെസ്സേജ് നിങ്ങളെ ഓപ്പൺ ആയി കാണിക്കാം. സെയിം നമ്പർ 2 മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, സെയിം മെസ്സേജുകളാണ് ഇവിടെ 2ലും വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നിന്ന് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ഈ മൊബൈലിലും സെയിം മെസ്സേജ് സെൻഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇതേപോലെ കുറച്ച് നേരത്തേക്ക് മറ്റാരുടെയെങ്കിലും ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ മൊബൈൽ ഹാക്ക് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മൊബൈലിൽ ഏതൊക്കെ മെസ്സേജ് വരുന്നു, ഏതൊക്കെ മെസ്സേജ് അയക്കുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ അറിയാൻ സാധിക്കും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, 2 മൊബൈലിലും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സാധാരണ ഇങ്ങനെ മൊബൈൽ വാട്സ്ആപ്പ് വെബ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യാനായിട്ട് പലരും പല സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന് നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.